ഓൾ ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ് സൈക്കോളജി ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിനു മുൻപ് ഡിസംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. സോ പ്ലീസ് ടു ചെക്ക് ദോസ് വീഡിയോസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? Okay. The first question is, Tanmaya, a school-going girl, helped a blind person crossing the road and felt happy to see a smile on the blind person's face. This can be explained through a defensive helping phenomenon, negative state relief model, empathetic joy hypothesis, reciprocal altruism theory. Now, the correct answer. The correct answer is empathetic joy hypothesis. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് falls along social psychology. സോഷ്യൽ സൈക്കോളജിയുടെ പ്രോസോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിന്റെ അടിയിൽ വരുന്ന ചില കോൺസെപ്റ്റ്സ് ആണിത്. അപ്പോൾ പ്രോസോഷ്യൽ ബിഹേവിയർ എന്താണ്? മറ്റൊരാളെ സഹായിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു ബിഹേവിയർ, മറ്റൊരാളുടെ സഫറിങ് എലിവേറ്റ് കുറച്ചിട്ട് അവർക്ക് അവരുടേതായ ഒരു വെൽബീയിങ്, അവരുടേതായ ഒരു സെൻസ് ഓഫ് ഹാപ്പിനെസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യും, അത് എന്തുകൊണ്ട് ചെയ്യും, ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് റീസൺസ് വിച്ച് അലോ us ടു എൻഗേജ് ഇൻ സച്ച് എ ബിഹേവിയർ, ഇതൊക്കെ പഠിക്കുന്ന ഒരു ഏരിയയാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ there are a lot of different options given. അതിനകത്ത് കറക്റ്റ് ആൻസർ എംപത്തറ്റിക് ജോയ് ഹൈപ്പോത്തസിസ് എന്തുകൊണ്ട് വന്നു? എംപത്തറ്റിക് ജോയ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് പ്രോസോഷ്യൽ ബിഹേവിയർ കാണിക്കുമ്പോൾ നമ്മൾ ഒരാളെ സഹായിക്കുന്ന ഒരു ടെൻഡൻസി, സഹായിക്കുന്ന ഒരു ബിഹേവിയർ കാണിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ കണ്ടീഷൻ ഇംപ്രൂവ് ആവുന്നുണ്ടെങ്കിൽ, നമ്മുടെ സഹായത്താൽ അവരുടെ കണ്ടീഷൻ ഇംപ്രൂവ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോട്ട് ഓഫ് പോസിറ്റീവ് ഫീലിങ്സ് നമുക്ക് തോന്നും അല്ലേ? ഒരു സെൻസ് ഓഫ് ഹാപ്പിനെസ്, സെൻസ് ഓഫ് ജോയ്, മറ്റൊരാൾ നമ്മൾ കാരണം അവരുടെ പെർട്ടിക്കുലർ സിറ്റുവേഷൻ മാറിയല്ലോ എന്നുള്ള തോന്നൽ, ആ ഒരു പെർട്ടിക്കുലർ ഐഡിയനെയാണ് എംപത്തറ്റിക് ജോയ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഈച്ച് ടൈം whenever we engage in a social behavior, if that particular behavior leads to certain positive feelings within us, gets to be reinforced, and that is how we are repeating the behavior of helping എന്നുള്ളതിനെയാണ് എംപത്തറ്റിക് ജോയ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഡിഫെൻസീവ് ഹെൽപ്പിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് എസ്റ്റീം, അതായത് ആ ഒരു പെർട്ടിക്കുലർ ഹെൽപ്പറിൻ്റെ സെൽഫ് എസ്റ്റീം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു ഹെൽപ്പറിൻ്റെ ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ത്രെറ്റൻഡ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയുടെ ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എൻഗേജ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പൊസിഷനെയാണ് ഡിഫെൻസീവ് ഹെൽപ്പിംഗ് പൊസിഷൻ. നമ്മുടെ സെൽഫ് എസ്റ്റീം കൂട്ടാനും നമ്മുടെ ഒരു സെൻസ് ഓഫ് ഹൂ വി ആർ വെൻ ഇറ്റ് ഇസ് ബീങ് ത്രെറ്റൻഡ്, ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന സർട്ടൻ ബിഹേവിയേഴ്സിനെയാണ് ഡിഫെൻസീവ് ഹെൽപ്പിംഗ് ഫിനോമിനൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ എന്ന് പറയുന്നത് പീപ്പിൾ ഹെൽപ്പ് പ്രൈമർലി ടു റെഡ്യൂസ് ദെയർ ഓൺ നെഗറ്റീവ് ഇമോഷൻസ് കോസ്ഡ് ബൈ സീയിങ് സമ്മൺ സഫർ. ഒരു പെർട്ടിക്കുലർ ആളുടെ ഹെൽപ്ലെസ് സാഹചര്യം കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ സർട്ടൻ നെഗറ്റീവ് ഇമോഷൻസ് ഇവോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അയ്യോ പാവം അങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള നെഗറ്റീവ് എന്ന് പറയുന്നത് ദേഷ്യമോ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷനോ ആ ഒരു ഐഡിയ അല്ല, ബട്ട് റാദർ ലോട്ട് ഓഫ് ഗിൽറ്റ്, സാഡ്നെസ്, ഡിസ്ട്രെസ് അതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാവുകയും ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുന്ന സർട്ടൻ ബിഹേവിയറിനെയാണ് പ്രോസോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ ഓൾട്രൂയിസം തിയറി പ്രകാരം ഇറ്റ്സ് എ വെരി എവല്യൂഷണറി അക്കൗണ്ട്, മീനിങ് ടു സേ നമ്മൾ പണ്ട് കൂട്ടമായിട്ടായിരുന്നല്ലോ താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് ആ സോഷ്യൽ ബീയിങ്സ് എന്നുള്ള ഐഡിയ എന്താണ്? വി കാൻറ്റ് എക്സിസ്റ്റ് അലോൺ, റൈറ്റ്? വി ഹാവ് ടു ഹാവ് സർട്ടൻ കൈൻഡ് ഓഫ് കണക്ഷൻസ്, ഒരു കൈൻഡ് ഓഫ് മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. സോ ഒരു സെൻസ് ഓഫ് കോപ്പറേഷൻ ഒക്കെ ഉണ്ടാവും അല്ലേ? ഞാനൊരു കാര്യം ചെയ്താൽ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നീ എന്നെ പിന്നെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഉറപ്പിനെയാണ് ആക്ച്വലി റെസിപ്രോക്കൽ ഓൾട്രൂയിസം തിയറി എന്ന് പറയുന്നത്. ഒരു പാലം അങ്ങോട്ടിട്ടാൽ ഇങ്ങോട്ട് ഒരു പാലം എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയ. അപ്പം ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ സിനാരിയോയിൽ അങ്ങനെ റെസിപ്രോക്കൽ ഓൾട്രൂയിസമോ നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫോ ഡിഫെൻസീവ് ഹെൽപ്പിംഗ് പൊസിഷനോ കാണിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവ് ഫീലിങ്സ് ആണ് തന്മയ്ക്ക് ഉണ്ടായത് എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റനിൽ പറയുന്നത്. സോ ദാറ്റ് ഈസ് വൈ വി ആർ സെലക്ടിങ് ദി ഓപ്ഷൻ കോൾഡ് empathetic joy hypothesis. Next question is, in which of the following statistical analysis we have more than one dependent or outcome variables? Simple regression, multiple regression, multivariate analysis of variance, three-way analysis of variance. ഇത് ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? മൾട്ടിവേരിയറ്റ് അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ്. എന്തുകൊണ്ടാണ്? അനോവ എന്ന് പറയുന്ന ഒരു ഐഡിയ ആദ്യം മനസ്സിലാക്കുക. അനോവ എന്ന് പറയുന്ന അനാലിസിസ് ഓഫ് വേരിയൻസ്. അപ്പം എന്താണ് അനോവയുടെ മേജർ ആയിട്ടുള്ള ഒരു ഐഡിയ? ഇറ്റ് കമ്പയർസ് മീൻസ് ഓഫ് വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അക്രോസ് ഗ്രൂപ്പ്സ്. അതായത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഫോർ എക്സാമ്പിൾ എക്സാം മാർക്ക്,
ഓക്കെ, ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് പെഡഗോഗികളുണ്ട്, പല ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട് വിച്ച് ഇസ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതെങ്ങനെ എക്സാം മാർക്സിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പെർട്ടിക്കുലർ സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ അവിടെ എക്സാം മാർക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ കാര്യമല്ലേ ഉള്ളൂ, ഒറ്റ ഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഒറ്റ ഔട്ട്കം വേരിയബിൾ അല്ലേ ഉള്ളൂ. ബട്ട് IV ക്യാൻ ബി എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് തിങ്സ്. സോ ആ ഒരു പെർട്ടിക്കുലർ കേസിന് നമുക്ക് വേണമെങ്കിൽ അനോവ ഉപയോഗിക്കാം. മനോവ എന്ന് പറയുന്നത് മൾട്ടിവേരിയേറ്റ് അനോവ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇറ്റ് കമ്പയർസ് മോർ ദാൻ വൺ ഡിപെൻഡൻറ്റ് വേരിയബിൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് സൈമിൾട്ടേനിയസ്ലി ആണ് ഇത് നടക്കുന്നത്, സൈമിൾട്ടേനിയസ്ലി അക്രോസ് ഗ്രൂപ്പ്സ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഹൗ ടീച്ചിങ് മെത്തേഡ്സ്, ഹൗ പെഡഗോഗിക്കൽ ഡിഫറൻസസ് can affect or can influence exam marks as well as motivation level in students. അപ്പം 2 outcome variables ഉണ്ട്, 2 dependent variables ഉണ്ട്, but there might be a lot more independent variables. However, ഇവിടെ നമ്മൾ നോക്കുന്നത് more than 2 dependent variable ആയതുകൊണ്ട് തന്നെ മനോവയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. Okay, so MANOVA is used when your research has multiple outcomes that you want to analyze together. It looks at a combined effect of independent variables on several dependent variables. ഓക്കെ, സോ ഈ ഒരു ടേബിൾ ഒന്ന് ഓർത്തിരിക്കുക, ഒരു ചെറിയൊരു സമ്മറൈസേഷൻ ആണ്. സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, സ്റ്റഡി അവേഴ്സ് എങ്ങനെ എക്സാം മാർക്സിനെ എഫക്ട് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ റിഗ്രഷൻ ഉപയോഗിക്കാം. മൾട്ടിപ്പിൾ റിഗ്രഷൻ മോർ ദാൻ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്, ലൈക്ക് സ്റ്റഡി അവേഴ്സും ഒരു സ്റ്റുഡൻറ്റിൻ്റെ മോട്ടിവേഷൻ ലെവൽസും എങ്ങനെ എക്സാം മാർക്സിനെ എഫക്ട് ചെയ്യാം എന്നാണെന്നുണ്ടെങ്കിൽ, അഗെയിൻ എക്സാം മാർക്സ് ഒരു ഡിപെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ റിഗ്രഷൻ ഉപയോഗിക്കും. അനോവ എന്ന് പറയുന്നത് മോർ ദാൻ ഒന്നോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പം അതും പക്ഷെ അതേ സമയത്ത് ഒരു ഡിപെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ. ടീച്ചിങ് മെത്തേഡ്സിന് പല ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ടാവാം ഓൺ എക്സാം മാർക്സ്, ഒരു ഡിപെൻഡൻറ്റ് വേരിയബിൾ. ആൻഡ് ഡെഫിനറ്റ്ലി മനോവ എന്ന് പറയുന്നത് 1 or more than 1 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും 2 or more than 2 dependent variables ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മനോവ ഉപയോഗിക്കും. The next question is, in yoga, 3 levels of functioning in Siddha, that is function mind, are distinguished. Which of the following level represents the principles of individuation? Buddhi, Ahamkar, Manas and Prakriti. Let ഏതായിരിക്കും correct answer? The correct answer is Ahamkar. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. യോഗ സൈക്കോളജി അല്ലെങ്കിൽ ഇന്ത്യൻ സൈക്കോളജിയിൽ പെർട്ടിക്കുലർലി സിത്ത എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ മൈൻഡാണ്. അതൊരു സിംഗിൾ യൂണിറ്റ് അല്ല, ബട്ട് റാദർ ഇറ്റ് ഹാസ് 3 ഫങ്ഷണൽ ലെവൽസ്. മനസ്സെന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി മൈൻഡാണ്. ഇതൊരു സെൻസറി കോർഡിനേറ്റർ ആണ്. റൈറ്റ് നൗ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് തണുക്കുന്നുണ്ടാവും ബിക്കോസ് ഓഫ് ദി ഫാൻ, വേറെ പുറത്ത് ട്രാഫിക് നോയ്സ് ഉണ്ടാവുമായിരിക്കാം, ആരെങ്കിലും വന്ന് നിങ്ങളെ തൊടുകയും ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവാം. പലതരത്തിലുള്ള സെൻസേഷൻസ് നമുക്ക് ഒരേ സമയത്ത് കിട്ടുമായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഐഡിയ, അതായത് ഇറ്റ് റിസീവ്സ് എ ലോട്ട് ഓഫ് ഇൻപുട്സ് ഫ്രം സെൻസസ് ആൻഡ് പ്രോസസ്സസ് ദെം എന്നുള്ളതിനെയാണ് മനസ്സെന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സെൻസസ് മനസ്സിലാക്കുക മാത്രമല്ല, ബട്ട് റാദർ സെൻഡിങ് ഇറ്റ് ഫോർ ഇവാലുവേഷൻ എന്നുള്ളതിനെയാണ് മനസ്സെന്ന് പറയുന്നത്. അഹംകാർ എന്ന് പറയുന്നത് ഈഗോ എന്നുള്ള കോൺസെപ്റ്റാണ്. ഈഗോ എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻസിലല്ല. ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രോയിഡിയൻ ട്രഡീഷനിലൊക്കെയുള്ള ഒരു ഈഗോയുടെ കോൺസെപ്റ്റാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വേഷൻ, ദ ഐ മേക്കർ, അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സെൽഫ് ഐഡന്റിറ്റി, ഐ ആം ദ ഡൂവർ, ഐ ആം ദ തിങ്കർ, ഞാനാണ് സെൻസസിനെ മനസ്സിലാക്കുന്നത്, ഞാനാണ് പ്രോസസ്സിനെ മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു ഐഡിയനെയാണ് അഹംകാർ എന്ന് പറയുന്നത്. എനിക്ക് ഐ ഫീൽ, ഐ തിങ്ക് എന്നുള്ളൊരു ഐഡിയ. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഐ എന്നുള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്ക് നമ്മളും എൻവയറമെൻറ്റും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അതിന് മുൻപ് വരെ നമ്മൾ എല്ലാം ഒന്നാണ് എന്നുള്ളൊരു ഐഡിയയാണ്. ബട്ട് ഐ എന്ന് വരുമ്പോഴത്തേക്ക് ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട്. സിമിലർ ടു ദി ഈഗോ ഫംഗ്ഷൻ ആണ് അഹംകാർ എന്ന് പറയുന്നത്. ഹൗ വി ഓർഗനൈസ്, ഹൗ വി റെഫർ അവർ സെൽസ്, ഹൗ വി റെഫർ സെൽഫ് ആൻഡ് അതർ ഡിഫറൻസിയേഷൻ, അതിനെയാണ് അഹംകാരം അല്ലെങ്കിൽ ഈഗോ എന്ന് പറയുന്നത്. ബുദ്ധി എന്ന് പറയുന്നത് ഇന്റലക്റ്റ് ആണ്. ഇതൊരു ഡിസ്ക്രിമിനേറ്റീവ് ഫാക്കൽറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കറിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഇറ്റ് ജഡ്ജസ്, റീസൺസ്, ഡിസേൺസ് വാട്ട് ഇസ് ട്രൂ ആൻഡ് റൈറ്റ്, വാട്ട് ഇസ് ഫാൾസ് ആൻഡ് നോട്ട് ഫാൾസ്. ഓൾ ഓഫ് ദീസ് ഇസ് ഡൺ ബൈ ബുദ്ധി. ഒരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആണ് that guides us with wisdom. So this is the idea. These are the 3 functioning levels of Siddha എന്ന് പറയുന്നത്. സോ ബുദ്ധി എന്ന് പറയുന്നത് ഹയർ ഇന്റലക്ട്, റീസണിങ്, ഡിസ്ക്രിമിനേഷൻ ഒക്കെയാണ്. മനസ്സ് ഈ ഒരു പെർട്ടിക്കുലർ ആൻസറിൽ ഈ 3 ഓപ്ഷൻസ് തെറ്റാണ്. ബിക്കോസ് ബുദ്ധി എന്ന് പറയുന്നത് ഹയർ ഇന്റലക്റ്റ് ആണ്. മനസ്സൊന്ന് സെൻസറി പ്രോസസ്സിങ്, അറ്റൻഷൻ ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ്. പ്രകൃതി എന്ന് ഡെഫിനറ്റ്ലി എന്ന് പറയുന്നത് ഒരു പ്രിമോഡിയൽ നേച്ചർ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ വേൾഡിന്റെ റൂട്ട്, സോഴ്സ് ഓഫ് ഓൾ, ഒരു സിത്തയുടെ ഒരു ലെവലായിട്ടൊന്നും നമുക്ക് തന്നെ കണക്കൂട്ടാൻ പറ്റില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു അഹംകാർ എന്ന് പറയുന്ന ഒരു ആൻസറിലേക്ക് എത്തുന്നത്. The next question is, write the appropriate sequence of or causes of forgetting. Encoding failure,
interference, retrieval failure, decay. ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ, ഏതായിരിക്കും ഇന്നത്തെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്? The correct order is A, B, D, C. അതായത് encoding failure, interference, decay and retrieval failure. എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് വന്നത്? എൻകോഡിംഗ് ഫെയിലിയർ എപ്പോഴാണ് സംഭവിക്കുക? നമ്മളൊരു കാര്യം കൃത്യമായി നമ്മുടെ മനസ്സിലേക്ക് എടുക്കാതിരിക്കുമ്പോഴാണ് അതിനെ എൻകോഡിംഗ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ചുറ്റും പല കാര്യങ്ങളുണ്ട്. എല്ലാ ദിവസവും നമ്മൾ പോകുന്ന വഴികൾ, എല്ലാ ദിവസവും നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിലേക്ക് അവയർനെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം നമ്മളത് കൃത്യമായത് എൻകോഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കോയിനിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനം ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ ജിപേ എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളൊരു കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണല്ലോ. അതിനകത്ത് കോയിൻ്റെ ഡിഫറെൻ്റ് ആസ്പെക്ട്സ് നമുക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന ക്ലാസ് റൂമിലെ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ബിക്കോസ് ഹൗ വി പേ അറ്റൻഷൻ ടു ഡിറ്റർമിൻസ് ആർ എൻകോഡിങ് എന്നുള്ളൊരു കാര്യം. ഹൗ വി ഇനീഷ്യലി പുട്ട് ഇൻഫർമേഷൻ ഇൻ ടു ആർ കോൺഷ്യസ്നെസ്, അതിനെയാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി അറ്റൻഷൻ കൊടുക്കാതിരിക്കുമ്പോൾ, കൃത്യമായി കാര്യങ്ങൾ കൃത്യമായി നമ്മൾ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് അറ്റൻഷൻ കൊടുക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഫെയിലിയറിനെയാണ് എൻകോഡിങ് ഫെയിലിയർ എന്ന് പറയുന്നത്. ദെൻ കംസ് ഡീകേ എന്ന് പറയുന്നത് നമ്മൾ എൻകോഡ് ചെയ്ത് കൃത്യമായി, പക്ഷേ അത് ഉപയോഗിക്കാതിരിക്കുന്നു. ഓക്കെ, എൻകോഡ് ചെയ്ത ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ ബ്രെയിനിലെ ഒരു ഫിസിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് അതിനെ എൻഗ്രാം എന്ന് വിളിക്കാം. ഓക്കെ, മെമ്മറിയുടെ ഒരു ഫിസിക്കൽ റെപ്രസെൻറ്റേഷനാണ് എൻഗ്രാം എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യാതിരിക്കും തോറും, സോ നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അത് റിവൈസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു ന്യൂറോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓരോ തവണയും നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ certain of the neural connections are triggered അല്ലെങ്കിൽ stimulated. അത് റിവൈസ് ഇരിക്കുന്നിടത്തോളം കാലം what happens is these neural transmitters never get stimulated, and because of which ആ ഒരു പാറ്റേണെ അങ്ങ് ഡീക്കേഡ് ആയിപ്പോവും. ആ ഒരു മെമ്മറി ട്രേസ്, ആ ഒരു എൻഗ്രാം തന്നെ ഫെയ്ഡ് ആയിപ്പോവും. ആ ഒരു ഐഡിയനെ ഡീക്കേ എന്ന് പറയുന്നത്. സോ ഈവൻ ഇഫ് ദി ഇൻഫർമേഷൻ ഇസ് എൻകോഡഡ്, ഇറ്റ് മേ വീക്കൻ ഡ്യൂ ടു ഡിസ്യൂസ് ഓർ ടൈം. Hermann Ebbinghaus actually has done the initial studies about forgetting, and he had actually given a graph called forgetting curve which illustrates the rapid loss after learning. അതായത് ഒരു കാര്യം നമ്മൾ പഠിച്ചതിന് ശേഷം ഉണ്ടാവുന്ന ആദ്യത്തെ ഒരു ഇനീഷ്യൽ പീരീഡിലാണ് ലേണിംഗ് ഡിക്ലൈൻ, ഫോർഗെറ്റിംഗ് ഒക്കെ ഉണ്ടാവുന്നത് എന്നാണ് എബിംഗ്വിസ് പറഞ്ഞൊരു കാര്യം. ആൻഡ് ദെൻ ഇറ്റ് ഗ്രാജുവലി റാപ്പിഡ് ഡിക്ലൈൻ സംഭവിക്കുന്നത് ആ ഒരു ഇനീഷ്യൽ ഫേസിലും, പിന്നെ ഒരു ഗ്രാജുവൽ ഡിക്ലൈൻ ആണ് സംഭവിക്കുന്നത്. സോ ഡീകേ പല കാര്യങ്ങളും ഇപ്പോൾ ഈ നെറ്റിൻ്റെ പല കോൺസെപ്റ്റ്സ് ആയാലും കൃത്യമായി എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നാൽ മാത്രമേ അത് ഡീക്കേഡ് ആവാതിരിക്കുകയുള്ളൂ. സോ ആ ഒരു ഐഡിയയാണ് ഡീകേ എന്ന് പറയുന്നത്. ദെൻ കംസ് ഇൻ്റർഫിയറൻസ്, അതായത് ന്യൂ ഓൾഡ് മെമ്മറീസ് ബ്ലോക്ക് ഈച്ച് അതർ. വിത്തിൻ ഇൻ്റർഫിയറൻസ് ഇറ്റ്സെൽഫ് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഇൻ്റർഫിയറൻസ് ഉണ്ട്. ഒന്ന് പ്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസും മറ്റേത് റെട്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസും. സോ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ, ലെറ്റ്സ് സേ ന്യൂ ഓൾഡിനെയോ അല്ലെങ്കിൽ ഓൾഡ് ന്യൂവിനെയോ രണ്ട് കോമ്പീറ്റിംഗ് ഇൻഫർമേഷൻ വരുമ്പോൾ, ഒരേപോലെ ഇരിക്കുന്ന ഇൻഫർമേഷൻ വരുമ്പോൾ ഇറ്റ് ടെൻസ് ടു കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ, ബിക്കോസ് ഓഫ് വിച്ച് നമ്മൾ റീകോൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു മിസ്ഇൻറ്റർപ്രറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും പുറത്ത് വരിക. ലെറ്റ്സ് സേ ഒരു പുതിയൊരു ഫോൺ നമ്പർ പഠിക്കണം, അല്ലെങ്കിൽ ഒരു പുതിയൊരു പാസ്വേഡ് പഠിക്കണം. ആ ഒരു സമയത്ത് ഓൾഡ് ഇൻഫർമേഷൻ നമ്മുടെ ന്യൂ ഇൻഫർമേഷൻ, അതായത് ഓൾഡ് ഇൻഫർമേഷൻ ഇൻ്റർഫിയേഴ്സ് വിത്ത് ദി ന്യൂ ഇൻഫർമേഷൻ. ആ ഒരു ഐഡിയനെയാണ് പ്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത്. അതേസമയത്ത് റെട്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത് ന്യൂ ഇൻഫർമേഷൻ interferes with the old. let's say for example ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, പക്ഷേ ഫ്രഞ്ച് പോലത്തെ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുകയാണ്. അന്നേരം എന്താ സംഭവിക്കുക? അപ്പോൾ ഇംഗ്ലീഷിൻ്റെ പല സ്പെല്ലിങ്സും ഒക്കെ നമ്മൾ മറന്നു പോവാം. അപ്പോൾ ബിക്കോസ് ഇറ്റ് ലുക്സ് സിമിലർ ഇൻ നേച്ചർ. സോ ആ ഒരു ഐഡിയനെ റെട്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇൻ്റർഫിയറൻസ് ഇസ് ഓൾസോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വേസ് ഇൻ വിച്ച് forgetting can occur. And finally retrieval failure. എല്ലാം നമ്മൾ എൻകോഡഡ് ആണ്, ഡീകേ ആവാതെ വളരെ കാര്യമായി റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു, ഇൻ്റർഫിയർ ചെയ്യാതെ ഇൻഫർമേഷനൊക്കെ വളരെ സെഗ്രിഗേറ്റ് ചെയ്ത് പഠിച്ചു. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ക്യൂസ് കൊടുത്തില്ല. ഓക്കെ, എല്ലാ മെമ്മറിയിലുണ്ട്, പക്ഷേ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർട്ടൻ ക്യൂസ് കൊടുക്കണം. നമ്മൾ നിമോണിക്സ് എന്നൊക്കെ പറയുന്ന ലൈക്ക് ആക്രോണിം, ആക്രോസ്റ്റിക്സ്, പെഗ് വേർഡ് മെത്തേഡ്, അങ്ങനെ പലതരത്തിലുള്ള
ഇപ്പോൾ ചിലർ പാട്ട് വഴി ഈ നമ്മുടെ പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് പഠിച്ചത് എന്നൊന്ന് ഓർത്ത് നോക്കുക. പഠിച്ചിട്ടില്ലെങ്കിൽ അത് ഓർത്തൊക്കെ പറ്റില്ല, ബട്ട് ഡെഫിനറ്റ്ലി പഠിച്ചവർക്കൊക്കെ മനസ്സിലാവും. പല രീതിയിലുള്ള അക്രോസ്റ്റിക്സും അക്രോണിമും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓർത്തിട്ടുണ്ടാവുക. ഈവൻ പാട്ടിൻ്റെ രൂപേണ, കഥയുടെ രൂപേണ, അങ്ങനെ പല രീതിയിലായിരിക്കും ഓർത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഓരോ ക്യൂസ് ആണ് ഓർക്കാൻ. ഓക്കെ, വിച്ച് ആക്ച്വലി ഇൻക്രീസസ് ദി ആക്സസിബിലിറ്റി. ഈ ടിപ്പ് ഓഫ് ദി നാക്കിൻ്റെ തുമ്പത്തുണ്ട് ടിപ്പ് ഓഫ് ദി ടങ് എന്ന് പറയുന്ന ഫിനോമിനൻ ഉണ്ടാവുന്നത് ആക്ച്വലി ഈ ക്യൂസ് കൃത്യമായി കൊടുക്കാത്തതുകൊണ്ടാണ്. സോ അതിനെയാണ് നമ്മൾ റിട്രീവൽ ഫെയിലിയർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദി ഓർഡർ ഹൗ ഫെയിലിയേഴ്സ് ഹാപ്പൻ. ഫോർഗെറ്റിംഗ് ഫെയിലിയേഴ്സ് ഹാപ്പൻ: encoding failure, decay, interference, and retrieval failure. The next question is, which of the following is the commonly identified sequence for characteristics of cyberbullying? അപ്പം അതിനകത്ത് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് anonymity embodied in perpetrators, increased risk of depression and anxiety in victims, 24/7 accessibility and difficulty in escaping harassment, potential for long-term psychological trauma. ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് സീക്വൻസ് എന്തായിരിക്കും? The correct sequence is A, B, C, D. ഇതേ ഓർഡർ തന്നെ. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഓർഡറിലേക്ക് വന്നത് എന്ന് നോക്കാം. സോ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ എമേർജിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, വിച്ച് റിക്വയർസ് എ ലോട്ട് ഓഫ് കോഷൻ, അല്ലേ? ലോട്ട് ഓഫ് പീപ്പിൾ ആർ വിക്ടിംസ് ഓഫ് ഇറ്റ്. ലോട്ട് ഓഫ് പീപ്പിൾ റിക്വയർസ് എ ലോട്ട് ഓഫ് precautions to understand how to prevent cyberbullying, but how to deal with the consequences of cyberbullying. And this particular concept ഒരു emerging trends-നകത്ത് വരുന്ന ഒരു വളരെ സ്മോൾ ഏരിയ ആണ്, അല്ലെങ്കിൽ വളരെ ഷോർട്ടൻഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നെറ്റ് സിലബസിൽ, ബട്ട് ഇറ്റ് ഓഫൻ ഗെറ്റ്സ് ആസ്ക്ഡ്. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ സൈബർബുള്ളിംഗ് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ സൈക്കോളജിക്കൽ സീക്വൻസ് ഫോളോ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഫിനോമിനൻ ആണ്. വേറിൻ ദി കോസ് എന്ന് പറയുന്നത് തന്നെ അനോയിമിറ്റി ആണ്. അതിൻ്റെ ഇമോഷണൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഡിപ്രഷൻ, ആൻസൈറ്റി, ആൻഡ് ഫൈനലി ടു എ ലോങ് ടേം ട്രോമ ഇറ്റ് കോസസ് ആണ്. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സീക്വൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അനോയിമിറ്റി ഒരു കോസ് ആയിട്ട് പറയുന്നത്? ബിക്കോസ് ഒരു ഓൺലൈൻ എൻവയറമെൻറ്റ് ആകുമ്പോൾ ബുള്ളീസിന് ഡെഫിനറ്റ്ലി അവരുടെ ഫേക്ക് ഐഡൻറ്റിറ്റീസും ഫേക്ക് അക്കൗണ്ട്സും വെച്ചിട്ടൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ ക്രൈം മുന്നോട്ട് കൊണ്ടുപോവുകയും അത് കണ്ടുപിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു AI, ഡീപ് ഫേക്ക്, അങ്ങനത്തെ പലതരത്തിലുള്ള സാഹചര്യങ്ങളും ഇഷ്യൂസൊക്കെ കണ്ടംപററിലി നടക്കുന്നതുകൊണ്ട് തന്നെ വി ഹാവ് ബിൻ എ കോൺസ്റ്റന്റ് വ്യൂവർ ഓഫ് സച്ച് തിങ്സ്, അല്ലേ? പെർസീവ്ഡ് അനോയിമിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ അക്കൗണ്ടബിലിറ്റി കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ എൻ്റെ ആക്ഷൻസിന് റെസ്പോൺസിബിൾ ആവണമെന്നില്ല, ബിക്കോസ് ഐ എം നോട്ട് ദാറ്റ് മച്ച് നോൺ ടു പീപ്പിൾ എന്നുള്ളൊരു ഐഡിയ തന്നെയാണ്. ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് കോൾഡ് റെഡ്യൂസസ് അക്കൗണ്ടബിലിറ്റി. ഈവൻ ഇറ്റ് ലോവേഴ്സ് എംപതി. നമ്മളൊരാൾ നേരിട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ബിഹേവിയർ, ഡിസ്ട്രക്ഷൻ ബിഹേവിയർ, അല്ലെങ്കിൽ കോൺകറിങ്, കില്ലിങ് ബിഹേവിയർ, എസ്പെഷ്യലി ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ഒക്കെ എന്ന് പറയുന്ന ഫ്രോയിഡിയൻ കോൺസെപ്റ്റ്സിൽ പറയുന്ന ഐഡിയാസ്, ഓക്കെ, അത് നമ്മൾ ചെയ്യുമ്പോൾ, ഒരാളെ നശിപ്പിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അയാൾ നമ്മളെ മുന്നിൽ അയാളെ ആ ഒരു വിക്ടിമിനെ നമ്മൾ മുന്നിൽ കാണാതിരിക്കുന്നിടത്തോളം കാലം എമ്പത്തി വളരെ കുറയും. ആ ഒരു ഡിസ്റ്റൻസ് കൂടുന്തോറും എമ്പത്തി കുറയാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഈവൻ lot of crimes, even when the victims are in front, crimes നടക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കാര്യം കുറച്ചും കൂടെ തന്നെ ചെയ്യുള്ളൂ when the distance increases, when the accountability decreases. അപ്പോൾ അതുകൊണ്ട് തന്നെ it lowers empathy. അതുകൊണ്ട് തന്നെ it makes people to post more hurtful and abusive content, causing cyberbullying എന്നുള്ളൊരു കാര്യമാണ്. It increased risk of depression and anxiety in victims ആണ് second stage, wherein അതിൻ്റെ immediate ആയിട്ടുള്ള side effects, immediate ആയിട്ടുള്ള psychological effects because of cyberbullying എന്ന് പറയുന്നത് ഒരു emotional distress, low esteem, depression, anxiety, even fear, social withdrawal, ഹെൽപ്ലെസ്നെസ് പോലത്തെ ഇമീഡിയറ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ എഫക്ട്സ് നമുക്ക് കാണാൻ പറ്റും victim. Then comes the 24/7 accessibility and difficulty in escaping harassment. കാരണം ഒരു ട്രഡീഷണൽ ബുള്ളിങ് എന്ന് പറയുന്നത് സ്കൂൾ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ബുള്ളിങ്ങോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ പോകുന്ന ബുള്ളിങ് പോലെ അല്ല സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് ഓൺലൈൻ കണ്ടന്റിലായതുകൊണ്ട് തന്നെ അത് വളരെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളതും 24/7 ഇതിൻ്റെ ഒരു ത്രെറ്റ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വിക്ടിംസിനെ ഏതൊരു സമയത്തും പെർപിട്രേറ്റേഴ്സിനെ റീച്ച് ചെയ്യാനും എവിടെ വെച്ച് റീച്ച് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആ എസ്കേപ്പ് വളരെ കുറവാണ്. ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് കീപ്സ് റീഅപ്പിയറിങ് ആൻഡ് ആംപ്ലിഫൈങ് ദി ട്രോമ. നമ്മളിപ്പം ആൽഗോറിതം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അറിയാലോ. ഇൻസ്റ്റഗ്രാം പോലത്തെ ആപ്സിൽ നമ്മൾ കണ്ട കാര്യം തന്നെയാണ് വീണ്ടും കാണുക. അതിൻ്റെ ഒരു ആൽഗോരിതം അങ്ങനെയാണ് വരിക. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെ
ആ ഒരു ആക്സസിബിലിറ്റി വളരെ കൂടുതലായതുകൊണ്ട് അതിൻ്റെ കോൺസിക്വൻസസ് അതുപോലെ തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എസ്കേപ്പ് വളരെ പാടാണ്. ഡിഫിക്കൽട്ടി ഇൻ എസ്കേപ്പ് ഹറാസ്മെന്റ് എന്നുള്ള കാര്യം ആണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കംസ് പൊട്ടൻഷ്യൽ ഫോർ ലോങ് ടേം സൈക്കോളജിക്കൽ ട്രോമ. അതായത് ഓവർ ദി ടൈം ഈ ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഡെഫിനറ്റ്ലി ഈ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ഈ ഇമോഷണൽ ഡിസ്ട്രെസ് ഡെൽറ്റ് ആവാതിരിക്കുന്നിടത്തോളം കാലം ഇറ്റ് ക്യാൻ ലീഡ് ടു എ ലോട്ട് ഓഫ് ക്രോണിക് ആൻസൈറ്റി, ട്രസ്റ്റ് ഇഷ്യൂസ്, PTSD ഫോർ ദി സിംറ്റംസ്. അപ്പം ഈ ഒരു ട്രോമ ക്യാൻ ഈവൻ പെർസിസ്റ്റ് ആഫ്റ്റർ ദി ബുള്ളിങ് ഹാഡ് സ്റ്റോപ്പ്. അപ്പോൾ ഒരു പെർമനന്റ് ഡിജിറ്റൽ റെക്കോർഡും സോഷ്യൽ ഹ്യൂമിലിയേഷനൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു റിപ്പർക്കഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു footprints, it can be seen all throughout their life as well. So the potential ആയിട്ടുള്ളൊരു long term psychological trauma ആണ്. So this is how we understand cyberbullying ഒരു sequence എന്ന് പറയുന്നത്, starting from the anonymity lasting up to the trauma that it can cause എന്നുള്ളൊരു ഐഡിയ ആണ്. So cause being the anonymity which gives confidence to the bully, then the immediate effect where the victim experiences a lot of emotional distress. It can also result in a maintaining factor wherein there's always a exposure, there's no escape, and a maintaining factor which can result in a long-term effect wherein psychological trauma or a lasting distress can happen. So ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു particular ഓപ്ഷൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് എത്തുന്നത്. The next question is, in a clothes store, Tarun was deciding about whether to purchase or not a dress whose cost was coming up to rupees 4,000. At that point, the salesperson suggested that if Tarun purchases clothes amounting rupees 5,000, he would get a t-shirt free of cost. In this situation, which of the following techniques has been used by the salesperson to influence Tarun? Foot in the door technique, low ball procedure, that's not all technique, door in the face technique. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ദി കറക്റ്റ് ആൻസർ ഇസ് ദാറ്റ്സ് നോട്ട് ഓൾ ടെക്നിക്. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഫോൾസ് അലോങ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയിൽ പെർട്ടിക്കുലർലി കംപ്ലയൻസ് എന്നൊരു കോൺസെപ്റ്റിൻ്റെ അടിയിൽ വരുന്ന ഒരു ഐഡിയ ആണ്. കംപ്ലയൻസ് എന്താണ്? അതായത് നമ്മൾ യെസ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ടു റിക്വസ്റ്റ്, അതിനെയാണ് കംപ്ലയൻസ് എന്ന് പറയുന്നത്. ടെൻഡൻസീസ് ടു സേ യെസ് ടു റിക്വസ്റ്റ് പുട്ട് ഫോർവേഡ് ബൈ പീപ്പിൾ. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഐഡിയയിൽ തന്നെ റോബർട്ട് CLD Denny എന്ന് പറയുന്ന ഒരു റിസർച്ചർ ഹാസ് ഗിവൻ എ ലോട്ട് ഓഫ് പ്രിൻസിപ്പിൾസ് ദാറ്റ് വർക്ക് ഓൺ compliance. Please do check out principles that include reciprocity, scarcity, similarity, അങ്ങനെ കുറേ പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഈ ഓരോ പ്രിൻസിപ്പിളുടെ ബേസിലും അതിൻ്റെതായ ടെക്നിക്സ് ഓഫ് ഹൗ ടു മേക്ക് പീപ്പിൾ സേ യെസ് ഉണ്ട് അക്കോർഡിംഗ് ടു റോബർട്ട് CLD. അപ്പം അങ്ങനെ വരുന്ന പല ടെക്നിക്സ് ആണ് ഇവിടെ ലിസ്റ്റഡ് ആയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇത് ടെക്നിക്സ് എന്ന് പറഞ്ഞു? ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് എന്താണ്? സെയിൽസ് പേഴ്സൺസ് ഒക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ തന്നെ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ജസ്റ്റ് ഇമാജിൻ എനി വൺ coming to us wherein they tell you to sales persons particularly, അത് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്കതിനെ എടുക്കാം. they start with a smaller request. ഒന്ന് കുറച്ച് സമയം തരൂ, ഒരു കാര്യം ഞങ്ങൾ ഇന്ന കാര്യത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ്, കുറച്ച് ഒരു 10 minutes നമുക്ക് തരൂ ഈ ഒരു കാര്യം സംസാരിക്കാൻ. ഇറ്റ്സ് എ വെരി സ്മോൾ റിക്വസ്റ്റ് അല്ലേ? 10 minutes ആക്ച്വലി ഒരു സ്മോളർ റിക്വസ്റ്റ് അല്ലെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിക്കോസ് ഓഫ് ദി തിങ്സ് അറൗണ്ട് us, ബട്ട് സ്റ്റിൽ ഇന്നൊരു സമയത്ത് ഇന്നൊരു സാഹചര്യം ഞങ്ങൾക്ക് തരുമോ എന്നുള്ളത് ഒരു സ്മോൾ റിക്വസ്റ്റിൽ നിന്ന് തുടങ്ങി ലേറ്റർ ഓൺ ഈ പാത്രം ഒന്ന് പിടിക്കാവോ, ഒരു മിനിറ്റ് ഞാൻ വേറെ സാധനം എടുത്തോട്ടെ എന്ന് പറയുന്ന അഗെയിൻ ഒരു സ്മോൾ റിക്വസ്റ്റാണ്. പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി ലാസ്റ്റ് ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ കൊണ്ട് മേടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിനെയാണ് ഫൂട്ട് ഇൻ ദി ഡോർ ടെക്നിക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഗ്രാജുവൽ കമ്മിറ്റ്മെൻറ്റാണ്. അതായത് ഇനീഷ്യലി ആ സ്മോൾ റിക്വസ്റ്റ് നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, പിന്നെ അതിന് ശേഷം നമുക്ക് അതിങ്ങനെ റിക്വസ്റ്റ് കൂടുന്തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്തോറും സിൻസ് വി ഗേവ് എ കമ്മിറ്റ്മെൻറ്റ് ടു ദി ഏർലിയർ റിക്വസ്റ്റ്, അടുത്ത റിക്വസ്റ്റിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, നമ്മൾ ഇൻകൺസിസ്റ്റൻ്റ് ആവുമല്ലേ. അപ്പോൾ ആ ഒരു ഐഡിയ ഓക്കെ to wherein we want to maintain some sense of commitment, maintain some sense of consistency ആണ് foot in the door ടെക്നിക്ക് എന്ന് പറയുന്ന ടെക്നിക്കിൽ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി തരുൺ അങ്ങനെ ഒരു ഫേവർ ഒന്നും ആസ്റ്റ് ആയിരുന്നില്ല. സോ നമുക്ക് foot in the door ടെക്നിക് ആയിട്ട് നമുക്കൊന്ന് കണക്കൂട്ടാനേ പറ്റില്ല. ബട്ട് ഫേവർ ചോദിക്കുകയായിരുന്നില്ല, ബട്ട് അതൊരു ഇൻസെൻറ്റീവ് ഓഫർ ചെയ്യുകയായിരുന്നു. അടുത്തത് ലോ ബോൾ പ്രൊസീജിയർ. ലോ ബോൾ പ്രൊസീജിയർ എന്ന് പറയുന്നത് അതായത് ഒരു ലെറ്റ്സ് ഇമാജിൻ കാർ സെയിൽസ്മെൻ. വാട്ട് ഹാപ്പൻസ് ഇസ് വളരെ നല്ല ഒരു ഡീലൊക്കെ
നല്ല അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഡീലൊക്കെ ഉറപ്പിക്കുന്നു. വളരെ വളരെ അഡ്വാൻറ്റേജസ് ആണ്, ലോ കോസ്റ്റ് ഡീലായിട്ടൊക്കെ തോന്നുന്നു. പിന്നെ ലേറ്റർ ഓൺ എന്ത് സെയിൽസ്മാൻ തന്നെ പറയുന്നു, ആ ഒരു പെർട്ടിക്കുലർ കാറിൻ്റെ അവൈലബിലിറ്റി ഇല്ല സാറേ, നമുക്ക് അതുപോലെ ഇരിക്കുന്ന വേറൊരു കാർ എടുക്കാം എന്നുള്ളൊരു ഐഡിയ. അപ്പം നേരത്തെ പറഞ്ഞ ഡീലിനെക്കാട്ടി വളരെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഡീലായിരിക്കാം സെക്കൻഡ് ഡീൽ. പക്ഷേ സിൻസ് വി ഗേവ് എ കമ്മിറ്റ്മെന്റ് ഇൻ ദി ഏർലിയർ ഡീൽ which was advantageous to us, we have a tendency to even agree to the disadvantageous deal. അതിനെയാണ് ലോ ബോൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ പ്രൈസ് ഒന്നും, ഈ തരുണിൻ്റെ കേസിൽ പ്രൈസ് ഒന്നും കൂടിയിട്ടൊന്നുമില്ല, പക്ഷെ ഒരു ബോണസ് ആയിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് ലോ ബോൾ പ്രൊസീജിയറും അവോയ്ഡ് ചെയ്യാം. അടുത്തത് ദാറ്റ്സ് നോട്ട് ഓൾ ടെക്നിക്ക്. ദാറ്റ്സ് നോട്ട് ഓൾ ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ആ ഒരു പെർട്ടിക്കുലർ ഡീല് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കൊടുക്കും. ഓക്കെ, സോ ഇവിടെ ഒരു ടീഷർട്ടാണ് കൊടുത്തിരുന്നത്. അപ്പം എനിക്ക് ഒരു ഗുണമുള്ളൊരു കാര്യം കൂടെ തന്നു. ഈവൻ ദോ ആ ഡീൽ ആക്ച്വലി ഡസൻ മേക്ക് എനി സെൻസ് എങ്കിലും എനിക്കെന്തോ ഒരു ഫേവർ ചെയ്ത പോലെയാണ്. ഞാൻ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടിയ സമയത്ത് എനിക്കൊരു ഇൻസെൻറ്റീവ് തന്നു, എൻ്റെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ എൻഹാൻസ് ചെയ്തു. ഓക്കെ, സോ എനിക്കൊരു ഫേവർ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചൊരു ഫേവർ ചെയ്യണം ബൈ ബൈയിങ് ഇറ്റ്. ആ ഒരു ഐഡിയയാണ് ദാറ്റ്സ് നോട്ട് ഓൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ലാർജ് റിക്വസ്റ്റ്. അതായത് നമുക്ക് റെഫ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള റിക്വസ്റ്റ് കൊണ്ടുമാണ് തുടങ്ങുന്നത്. സർ, ഈ ഒരു മിക്സി മേടിക്കൂ, ഈ ഒരു ഫ്രിഡ്ജ് മേടിക്കൂ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു വലിയൊരു ലാർജ് റിക്വസ്റ്റിൽ നിന്ന് പിന്നെ സ്മോളർ റിക്വസ്റ്റിലേക്ക് എത്തുന്ന ഒരു ഐഡിയയാണ് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ സ്മോളർ റിക്വസ്റ്റ് ആയിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ അഗെയിൻ ഒരു കൺസിസ്റ്റൻസി പ്രിൻസിപ്പിളാണ് പ്ലേ ചെയ്യുന്നത്. വേറെ എനിക്ക് വേണ്ടി അവർ റിക്വസ്റ്റ് കുറച്ചല്ലോ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാനും ഒന്ന് സഹായിക്കണ്ടേ എന്നുള്ളൊരു ഐഡിയ. നമുക്ക് ഇൻകൺസിസ്റ്റൻ്റ് ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് റെസിപ്രോക്കൽ ആവണം എന്നുള്ളൊരു ഐഡിയയാണ് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഒരു ഇനീഷ്യൽ റിക്വസ്റ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ആംഗിളിൽ. സോ ദാറ്റ് ഇസ് വൈ വി സെഡ് ദാറ്റ്സ് നോട്ട് ഓൾ ടെക്നിക്. The next question is, the orthogonal rotation is carried out in factor analysis when factors are uncorrelated, correlated, dependent upon each other, placed at 180 degree to each other. എന്താണ് ഇതിന്റെ correct answer? The correct answer is uncorrelated. എന്താണ് orthogonal rotation? സോ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് അല്ലേ. എസ്പെഷ്യലി ഫാക്ടർ അനാലിസിസ് നമ്മൾ കേട്ടിട്ടുണ്ടാവുക 16PF പോലത്തെ പല പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, എങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് മനസ്സിലാക്കിയേക്കുന്നത് ഫാക്ടർ അനാലിസിസ് പോലത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് വഴി. ഈവൻ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്ന ഒരു ഗിൽബർട്ടിൻ്റെ മോഡൽ റിഗാർഡിങ് ഇൻ്റലിജൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫാക്ടർ അനാലിസിസ് പോലത്തെ ടെക്നിക്സ് ഉപയോഗിച്ചിരുന്നു. സോ ഫാക്ടർ അനാലിസിസ് എന്താണ്? ഫാക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫാക്ടർ അനാലിസിസ് ഉള്ളത്. ആൻഡ് ഫാക്ടർ അനാലിസിസ് ഫാക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം പലതരത്തിലുള്ള റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടത്തും. അതായത് റൊട്ടേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഒരു വേരിയബിൾ ഒരു ഫാക്ടറുമായിട്ട് ബന്ധമുണ്ട്, എത്രത്തോളം ഒരു വേരിയബിൾ ഒരു ഫാക്ടറുമായിട്ട് ബന്ധമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ റൊട്ടേഷനുകൾ നടത്തുന്നത്. ദർ ആർ 2 മെയിൻ ടൈപ്സ് ഓഫ് റൊട്ടേഷൻ. ഒന്ന് ഓർത്തോഗോണൽ റൊട്ടേഷൻ, അതായത് ഫാക്ടേഴ്സ് റിമെയിൻ ഇൻഡിപെൻഡൻറ്റ്, ഓക്കെ, അൺകോറിലേറ്റഡ് എന്നുള്ള ഐഡിയ. അതായത് ആക്സിസുകൾ, ആ ഒരു ഫാക്ടർ അനാലിസിസിൻ്റെ ആക്സിസുകൾ 90 ഡിഗ്രി കീപ്പ് ചെയ്യുകയും ഫാക്ടേഴ്സ് ഒരു തരത്തിലും വേരിയൻസ് ഷെയർ ചെയ്യുന്നില്ല. അപ്പം ലെറ്റ്സ് സേ പേഴ്സണാലിറ്റി, ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിൽ തന്നെ ന്യൂറോട്ടിസം, എക്സ്ട്രാവേർഷൻ, അങ്ങനെ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അങ്ങനെ വലിയ വേരിയൻസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല, വലിയ ഫാക്ടേഴ്സ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഐഡിയനെയാണ് ഓർത്തോഗോണൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. Axes are kept at right 90 degree, which makes the factors very independent, very uncorrelated in nature. Next idea എന്ന് പറയുന്നത് oblique rotation ആണ്. Factors are allowed to correlate. അപ്പം ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ ഇവിടെ തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ഇന്റർറിലേറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു ഐഡിയനെയാണ് oblique rotation എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ആൻസറിൽ അൺകോറിലേറ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, the next question is, which model of attention suggests that information is filtered based on physical characteristics? അപ്പം അറ്റൻഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് തന്നെ ലോഡ് ഓഫ് ഡിഫറെൻറ്റ് തിയറീസ്, പെർട്ടിക്കുലർലി നമുക്ക് ബോട്ടിൽ നെക്ക് തിയറീസ് എന്ന് പറഞ്ഞ തിയറീസും ഉണ്ട്, കപ്പാസിറ്റി തിയറീസ്, കപ്പാസിറ്റി മോഡൽസും ഉണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ വിച്ച് മോഡൽ ഓഫ് അറ്റൻഷൻ സജസ്റ്റ് ദാറ്റ് ഇൻഫർമേഷൻ ഇസ് ഫിൽട്ടേർഡ് ബേസ്ഡ് ഓൺ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്? ദി ഓപ്ഷൻസ് ഇൻക്ലൂഡ് Fresnel's attention model, Broadbent's filter model,
Dutch late selection model and the Kahneman's capacity model ആണ് കേട്ടോ. അപ്പം ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ? The correct answer is Broadbent's filter model. എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? സോ ബ്രോഡ്ബെൻസ് ഫിൽറ്റർ മോഡൽ എന്ന് പറയുന്നത് 1950 ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു ഏർലി സെലക്ഷൻ മോഡലാണ്. ഏർലി സെലക്ഷൻ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? സോ ആക്ച്വലി അക്കോർഡിംഗ് ടു ദിസ് ഫിൽറ്റർ മോഡൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ ഡെഫിനറ്റ്ലി പറ്റില്ല, ബിക്കോസ് അത് ഭയങ്കര കോഗ്നിറ്റീവ് ഓവർലോഡാണ്. സോ നമ്മൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ത് പ്രോസസ്സ് ചെയ്യണം എന്ത് പ്രോസസ്സ് ചെയ്യേണ്ട എന്നുള്ളത്? സോ ബിഫോർ ഈവൻ വി പ്രോസസ് ഇൻഫർമേഷൻ അക്കോർഡിംഗ് ടു ദ ബ്രോഡ്ബെൻസ് മോഡൽ നമുക്കൊരു ഫിൽട്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഒരു ബോട്ടിൽ നെക്ക് പോലെ ഒരു ഫിൽട്ടർ ഉണ്ട് വിച്ച് ആക്ച്വലി സെലക്ട്സ് ബിഫോർ വി പ്രോസസ് ഇൻഫർമേഷൻ. സോ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഫിൽട്ടർ ഉണ്ട് വിച്ച് സെലക്ട്സ് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ certain physical characteristics like pitch of the voice, loudness, direction and location of the sound, color, brightness. ഇതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ സർട്ടൻ ഇൻഫർമേഷൻ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്ത ഇൻഫർമേഷൻ മാത്രമേ പ്രോസസ്സ് ചെയ്യുള്ളൂ എന്നുള്ളൊരു ഐഡിയനെയാണ് ബ്രോഡ്ബെൻസ് ഫിൽട്ടർ മോഡൽ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സെൻസറി ഇൻപുട്ട് ആയിട്ടുള്ള എല്ലാ സ്റ്റിമുലൈ എൻ്റർ ദി സെൻസറി മെമ്മറി. പിന്നെ ഒരു സെലക്റ്റീവ് ഫിൽട്ടർ ഉണ്ട് വിച്ച് ആക്ട്സ് ഓൺ സർട്ടൻ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് which only the selected information passes through the filter and goes for meaning processing, and based on that particular selected information decision or action occurs. അപ്പം filtering occurs even before the meaning is analyzed. അതുകൊണ്ട് ഇതിനെ ഒരു ഏർലി സെലക്ഷൻ മോഡലായിട്ട് പറയാം. ട്രിസ്മന്റെ അറ്റുനേഷൻ മോഡൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞൊരു മോഡൽ ബ്രോഡ്ബെൻസ് ഫിൽറ്റർ തിയറി ആക്ച്വലി പറഞ്ഞിരുന്നത് ഫിൽറ്ററിലൂടെ പാസ് ചെയ്യാത്ത ഇൻഫർമേഷൻ എലിമിനേറ്റഡ് ആവും എന്നുള്ള കോൺസെപ്റ്റാണ്. ഹവെവർ ട്രിസ്മന്റെ മോഡൽ പറയുന്നത് ഫിൽറ്ററിലൂടെ പാസ് ചെയ്യാത്ത ഇൻഫർമേഷൻ ആക്ച്വലി അറ്റന്യൂവേറ്റഡ് ആവും അല്ലെങ്കിൽ വീക്കെൻഡ് ആവും എന്നുള്ളൊരു ഐഡിയ ആണ്. സോ ബട്ട് ഈ ഒരു കേസിൽ ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ കറക്റ്റ് അല്ല, ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് ഒരു പാർഷ്യൽ മീനിങ് പാസസ് ത്രൂ എന്നുള്ളൊരു ഐഡിയ ആണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് വെരി ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിൽറ്റർ ഉണ്ടെന്നൊന്നും പറയുന്നില്ല. ഇറ്റ് വീക്കൻസ് ദി ഇൻഫർമേഷൻ മാത്രമേ പറയുന്നുള്ളൂ. ആക്ച്വലി ഈ ഒരു ട്രിസ്മന്റെ അറ്റുനേഷൻ മോഡൽ ഉണ്ടായതിൻ്റെ കാരണം തന്നെ there was a particular effect called cocktail party effect. Please do read about it. ആ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെൻ്റ് ആണ് ഈ സ്റ്റഡീസിലേക്ക് പിന്നെ ലേറ്റർ ഓൺ ലീഡ് ചെയ്തത്. അടുത്തത് ബ്രോഡ്ബെൻഡ് മോഡലാണ്, വിച്ച് ഇസ് ദി കറക്റ്റ് ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഡച്ചിൻ്റെ ലേറ്റ് സെലക്ഷൻ മോഡൽ പ്രകാരം എല്ലാ ഇൻഫർമേഷൻ മീനിങ് വരെ പ്രോസസ്സ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളൊരു ഐഡിയ ആണ്. അങ്ങനെ ഒരു സെലക്ഷൻ പെർട്ടിക്കുലർ ഉണ്ടെന്നൊന്നുമല്ല, ബട്ട് ഫിൽട്ടർ ബേസ്ഡ് ഓൺ മീനിങ് ആണ് രാദർ ദാൻ ഫിസിക്കൽ ട്രേറ്റ്സിൽ നിന്നുള്ളതിനെ കാട്ടി ഉപരി ഒരു ഫിൽട്ടർ ഉള്ളത് ആഫ്റ്റർ ദി പ്രോസസ്സിംഗ് ഓഫ് മീനിങ് എന്നുള്ള ഐഡിയയാണ് ഡച്ചിൻ്റെ ലേറ്റ് സെലക്ഷൻ മോഡൽ. എന്തുകൊണ്ട് ആ വേർഡ് ലേറ്റ് സെലക്ഷൻ? ആഫ്റ്റർ ദി മീനിങ് ആണ് ഫിൽട്ടർ ഉണ്ടാവുന്ന ഉള്ളൊരു ഐഡിയ ആണ്. കാനമാൻ്റെ കപ്പാസിറ്റി മോഡൽ ആക്ച്വലി റിസോഴ്സ് അലൊക്കേഷൻ മോഡൽ, അതൊരു കപ്പാസിറ്റി മോഡലായിട്ട് നമുക്ക് പറയാം. അതായത് അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു മെൻ്റൽ എഫേർട്ട് കപ്പാസിറ്റിയാണ്, ഫിൽറ്ററിങ് ആയിട്ടുള്ള ഒരു എബിലിറ്റി അല്ല, ബട്ട് റാദർ നമുക്ക് ചില റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇന്നൊരു കാര്യത്തിൽ നമ്മുടെ അറ്റൻഷൻ കുറച്ചും കൂടെ വേണം, ഇന്നൊരു കാര്യത്തിൽ അറ്റൻഷൻ കുറച്ച് മതി എന്നുള്ളൊരു ഐഡിയ, റിസോഴ്സ് അലോക്കേഷനെ പറ്റി പറയുന്ന ഒരു ഐഡിയയാണ് കാനമാൻ്റെ കപ്പാസിറ്റി മോഡൽ എന്ന് പറയുന്നത്. Next question is, which of the following influences perception? Attention, past experience, sensory adaptation, language. ഇത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ? The correct answer is ABC, attention, past experience and sensory adaptation. So language എന്ന് പറഞ്ഞ കാര്യം it affects cognition, പക്ഷെ ഒരു പെർസെപ്ഷനെ എഫക്ട് ചെയ്യണമെന്നില്ല. ലാംഗ്വേജ് അറിയാത്ത ആൾക്കാരും പെർസീവ് ചെയ്യുന്നില്ലേ? But definitely for perception to happen, we have to attend to a stimuli, and then to understand the attended stimuli, നമ്മുടെ മെമ്മറി, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഒക്കെ ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ടു അണ്ടർസ്റ്റാൻഡ്, ടു ഷേപ്പ് ദാറ്റ് പെർസെപ്ച്വൽ എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ സെൻസറി അഡാപ്റ്റേഷൻ, നമ്മൾ ഇറ്റ് ഓൾട്ടേഴ്സ് സെൻസിറ്റിവിറ്റീസ് ടു സ്റ്റിമുലൈ. നമ്മൾ ചില ലെറ്റ്സ് സേ മധുരം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ പലർക്കും തന്നെ പല ലെവൽസ് ആയിരിക്കും അല്ലേ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ആ സെൻസിറ്റിവിറ്റി ദാറ്റ് ടു എ സ്റ്റിമുലൈ വിച്ച് ഡിഫേഴ്സ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. അപ്പോൾ ആ ഒരു ഐഡിയയാണ് സെൻസറി അഡാപ്റ്റേഷൻ, ലൈറ്റ് അഡാപ്റ്റേഷൻ, ഡാർക്ക് അഡാപ്റ്റേഷൻ, അതുപോലത്തെ പല പല കോൺസെപ്റ്റ്സ് ആണ്. പ്ലീസ് ടു റീഡ് അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് എന്നൊരു ഓപ്ഷനാണ് ഈ ഒരു ക്വസ്റ്റനിൽ റോങ് ആയിട്ടുള്ള ഓപ്ഷൻ, നമ്മൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ. The next question is, arrange these personality assessment tools in chronological order of development. So ഇതിന് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റനിൽ കുറച്ചൊന്നും നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വിച്ച് ഇൻക്ലൂഡ്സ് MBTI, MMPI, റോർഷാക്ക് ഇംപ്ലോക്ക് ടെസ്റ്റ്,
16PF and NEO-PI. So ഇതിലത്തെ ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആയി നമുക്ക് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഓപ്ഷൻസ് അല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. ബിക്കോസ് NEO-PI എന്ന് പറയുന്നതായിരിക്കുമല്ലോ ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തൊരു പേഴ്സണാലിറ്റി അസസ്മെന്റ് എന്നുള്ള ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു ആൻസർ തിരഞ്ഞെടുക്കാൻ പറ്റും. ദി ഓപ്ഷൻ ഇസ് CADE, which includes Rorschach in-block test, then MBTI, then 16PF, then MMPI, and finally NEO-PI. So Rorschach in-block test എന്ന് പറഞ്ഞാൽ Hermann and Rorschachന്റെ ഒരു projective test ആണ്, wherein it's one of the major projective tests and it looks into the responses to ambiguous outline in blocks like Myers-Briggs type indicator എന്ന് പറയുന്നത് based on Carl Jungന്റെ ടൈപ്പോളജിയുടെ ബേസിൽ ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു പെർട്ടിക്കുലർ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. മയേഴ്സ് ആൻഡ് ബ്രിക് ആണ് ഡെവലപ്പ് ചെയ്തിരുന്നത്. Then comes 16PF, definitely Raymond Cattell ആണ്. It is based on a trait based theory ബേസിൽ ഡെവലപ്പ് ചെയ്ത ഒരു പെർട്ടിക്കുലർ ഐഡിയ ആണ് 16PF, and it is based on factor analysis. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MMPI എന്ന് പറയുന്നത് മെനസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി ഹാത്തവേ ആൻഡ് മെക്കിൻലി ആണ് ഡെവലപ്പ് ചെയ്ത ഒരു പെർട്ടിക്കുലർ തിയറി, ആൻഡ് ഇറ്റ്സ് എ വെരി ഒബ്ജക്റ്റീവ് പ്രൊജക്റ്റീവ് അല്ല, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എംപിറിക്കൽ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ടു അണ്ടർസ്റ്റാൻഡ് സൈക്കോപതോളജി, പേഴ്സണാലിറ്റി സ്ട്രക്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ്. NEO-PI അല്ലെങ്കിൽ നിയോ പേഴ്സണാലിറ്റി ഇൻവെന്ററി എന്ന് പറയുന്ന കോസ്റ്റ ആൻഡ് മെക്ക് based on the Big Five model of personality developed ചെയ്ത ഒരു പെർട്ടിക്കുലർ തിയറിയാണ് NEO-PI. It measures the ocean traits. Ocean traits in your openness to new experiences, then concitedness, then extraversion, then comes agreeableness, and finally neuroticism എന്നൊരു ഐഡിയ. So I hope it's clear. എന്തെങ്കിലും doubt ഉണ്ടെങ്കിൽ just get it clarified and expand on each and every questions that you can do. So അടുത്തൊരു വീഡിയോ കാണുന്നവരെ bye bye.